ഞെട്ടിക്കുന്ന വാർത്തകളാണ് കൊച്ചിയിൽ നിന്നും വരുന്നത്. കേരളത്തിലെ മതപരിവർത്തന ശൃംഖല എത്രത്തോളം വളർന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു വാർത്ത. ആദ്യം ഞാൻ ആ വാർത്തയൊന്ന് വായിക്കാം. കൊച്ചിയിലെ ക്രിസ്ത്യൻ പുരോഹിതർക്ക് മാവോയിസ്റ്റ് ബന്ധം. സീറോ മലബാർ സഭയിലെ വൈദികർക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് പരാതി പോയിരിക്കുന്നു. സീറോ മലബാർ സഭയിലെ 3 പുരോഹിതർക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ പരാതി നൽകി. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതിയുടെ പകർപ്പുകൾ അയച്ചിട്ടുണ്ട്. 2022 സഭയുടെ സിനഡ് വിഷയം ചർച്ച ചെയ്തതാണെന്ന് ബിനു ചാക്കോ വ്യക്തമാക്കുന്നുണ്ട്. സിനഡ് അനുബന്ധ രേഖയിൽ എറണാകുളത്തെ ചില വൈദികർക്ക് തീവ്രവാദ ശക്തികളുമായി ബന്ധമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര കാര്യങ്ങളാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 1 ഡസൻ വൈദികർക്ക് മാവോയിസ്റ്റ് രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേരളം ഞെട്ടിത്തരിക്കുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. കാര്യം, മതപരിവർത്തനം എന്നത്, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ നിർബന്ധിത മതപരിവർത്തനം എന്നത്, ഈ മതപരിവർത്തനം തീവ്രവാദ ശക്തികളിലേക്കും തീവ്രവാദ ബന്ധങ്ങളിലേക്കും പുരോഹിതന്മാരെ വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നൊരു നിലയിലേക്ക് കേരളവും മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത.